ഹായ് ഹലോ എല്ലാവർക്കും മുതൽ റിവ്യൂലേക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്ന തമിഴ് മൂവിയാണ്. ഈ ആഴ്ച റിലീസ് ചെയ്തുള്ള ധനുഷ് പ്രധാന കഥാപാത്രം വഹിച്ചു വരുന്ന കര എന്ന് പറയുന്ന കുറിച്ച് നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത്. കരയെക്കുറിച്ച് പറയുമ്പോൾ ഒരു മണി ഈസ്റ്റ് അല്ലെങ്കിൽ എന്താ പറയുക ഒരു കള്ളൻ്റെ ഒരു കഥയായിട്ടാണ് കഥ മുന്നോട്ട് പോകുന്നത്. പ്രധാനമായിട്ടും കര എന്ന് പറഞ്ഞ ചിത്രം കാണാനിടയായിട്ടുള്ള കാര്യം ഡയറക്ടറോടുള്ളൊരു വിശ്വാസം തന്നെയായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ മുൻ ചിത്രന്മാരിലെ പോർത്തോഴിൽ ഡയറക്ഷൻ ചെയ്തിട്ടുള്ള വിഘ്നേഷ് രാജാണ് ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത്. അദ്ദേഹം തന്നെയാണ് സ്ക്രീൻ പ്ലേയും. കാശ് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ധനുഷ്, അതുപോലെ തന്നെ മമിത ബൈജു, ജയറാം, സുരാജ് വെഞ്ഞാറമ്മൂട് തുടങ്ങിയ പ്രധാനമായും കാസ്റ്റിംഗ് ആയി വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ നിന്നും തന്നെ അത്യാവശ്യം മലയാളി താരങ്ങളുള്ള ചിത്രം എന്ന പ്രത്യേകതയും പടത്തിനുണ്ട്. തീർച്ചയായിട്ടും അത്യാവശ്യം ഒരു മണീസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള പടമായിരുന്നു. കരയെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ ഒട്ടും തീരെ പ്രതീക്ഷ ഇല്ലായിരുന്ന ഒരു ചിത്രം തന്നെയാണ്. കാരണം എത്രത്തോളം വർക്കൗട്ട് ആവുമെന്ന കാര്യത്തിൽ യാതൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. പക്ഷെ ചിത്രം കണ്ടിറങ്ങിയപ്പോൾ ആ പ്രതീക്ഷ വെച്ചപോലെ തന്നെ ഒട്ടും തന്നെ പ്രതീക്ഷ ഇല്ലാതെ പോലെ തന്നെയാണ് ഞാൻ കണ്ടിറങ്ങിയതും. എനിക്ക് ഒട്ടും തന്നെ വർക്കായില്ല. കാരണം ഡ്യൂറേഷൻ വരുന്ന ഏകദേശം 2.5 മണിക്കൂറാണ് ഡ്യൂറേഷനായിട്ട് വരുന്നിട്ടുള്ളത്. മ്യൂസിക് ചെയ്തത് ജി വി പ്രകാശ് കുമാറാണ്. കാരണം തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ മ്യൂസിക് അല്ലെങ്കിൽ പടം എങ്ങാനും വീണ് പോകേണ്ട ഒരു അവസ്ഥ തന്നെ സംഭവിച്ചു പോയത്. നമുക്കൊരു സ്റ്റോറിയിൽ നോക്കുകയെങ്കിൽ ഒരു പഴയ ഒരു കാലഘട്ടത്തിൽ നിന്നാണ് കഥ ആരംഭിക്കുന്നത്. അതായത് പണ്ടത്തെ ഒരു കാലഘട്ടം ആരംഭിക്കുന്നു. അവിടെ നമ്മുടെ ധനുഷിൻ്റെ ഇൻട്രോ സീൻ കാണിച്ചിട്ടുള്ളത്. അവിടെ നിന്നൊരു മോഷണം നടക്കുകയും പോലീസ് സ്റ്റേഷനിൽ നിന്ന് പിടിയിലാകുകയും അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് വീടൊക്കെ ഭയങ്കര ഒരു ദാരിദ്ര്യം പിടിച്ചിട്ടുള്ള ഒരു കഥാപാത്രമായിട്ടാണ് ധനുഷ് വന്നിട്ടുള്ളത്. ഒരു ദരിദ്രൻ. തീർച്ചയായിട്ടും അതേക്കാൾ ദരിദ്രം പിടിച്ച കഥാപാത്രമായി മമിത ബൈജുവും അതിനേക്കാൾ 100 ഇരട്ടി ദരിദ്രം പിടിച്ച കഥാപാത്രമായി ധനുഷിൻ്റെ അച്ഛനായിട്ട് വേറൊരു കഥാപാത്രമായിട്ട് വരുന്നുണ്ട് പടത്തിൽ. അപ്പം മൊത്തത്തിലൊരു ദരിദ്രമാണ് പടത്തിൻ്റെ ഒരു അവസ്ഥ മുന്നോട്ട് പോകുന്നുണ്ട്, കാണിച്ചു തരുന്നുണ്ട്. അതേപോലെ തന്നെയാണ് കഥ മുന്നോട്ട് പോകുന്നതോറും നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു കാര്യമായിട്ട് വരുന്നുണ്ട്. അവ തീർച്ചയായും ഈ ധനുഷും മമിത ബൈജും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കുന്ന ഒരവസ്ഥ, വീടൊക്കെ ഗംഭീരമായിട്ട് പൊട്ടിപ്പൊളിഞ്ഞ് പോകുന്ന ഒരവസ്ഥ മുന്നോട്ട് പോകുന്നു. ഇടയിലേക്ക് എന്താ പറയുക പൈസയ്ക്ക് വേണ്ടി ലോണൊക്കെ അപേക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ബാങ്ക് മാനേജർ പറയുന്നു അങ്ങനെ ലോൺ തരാൻ പറ്റില്ല, എന്തെങ്കിലും വീടായിട്ട് വല്ല സ്ഥലത്തിൻ്റെ ആധാരമോ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വയ്ക്കണം, അത് തിരച്ച് നിങ്ങൾക്ക് കാർ ഓട്ടോറിക്ഷ എന്ത് വേണമെങ്കിലും മേടിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ ധനുഷിൻ്റെ അച്ഛനെ കാണാൻ വേണ്ടി നാട്ടിലോട്ട് പോകുന്നു. നാട്ടിലോട്ട് പോകുമ്പോൾ അതിനേക്കാൾ വലിയ ദാരിദ്ര്യമായിട്ട് മുന്നോട്ട് പോകുന്ന അവിടുത്തെ സമീപവാസികളും അവൻ്റെ കുടുംബവും അവൻ മനസ്സിലാക്കുന്നുണ്ട്. അതായത് വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയുക ഈ സമീപകാലത്തെ കണ്ടിട്ട് ധനുഷിൻ്റെ ഇഡ്ഡലി കട പോലത്തെ ചെറിയ വേഷം തന്നെയാണ്. അതിൽ ഇഡ്ഡലി വിറ്റ് ജീവിക്കുന്നതിൽ മെയിനായിട്ട് എന്താ പറയുക വ്യവസായമാണ്. അപ്പോൾ ആ വ്യവസായം ബാധിച്ച് ആദ്യത്തെ ആധാരങ്ങളൊക്കെ ആയിട്ട് ബാങ്കിലേക്ക് പണയം വെച്ച് അവിടുത്തെ ജനങ്ങൾക്ക് അറിയില്ല. അതവർ വിറ്റ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഇപ്പോൾ മനസ്സിലാക്കും തൻ്റെ ആധാരമൊക്കെ ബാങ്കിലാണെന്ന്. അതിനിടയ്ക്ക് ഒരു ഇൻസിഡൻറ്റ് സംഭവിക്കുന്നു. പിന്നീട് എങ്ങനെയാണ് ആധാരം തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള മോഷണത്തിലേക്ക് ഏർപ്പെടുന്നത് എനിക്കത് മുന്നോട്ട് പോയിട്ടുള്ളത്. പടത്തിലുടനീളം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മൂമെൻറ്റ്സ് പോലും പടത്തിൽ വരുന്നില്ലെന്നാണ് എനിക്ക് എടുത്ത് പറയാനുള്ളത്. പ്രകടനങ്ങളെല്ലാം വേണ്ട വിധത്തിൽ ഓക്കെ ലെവലാക്കാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും പല ഭാഗത്തും പലരുടെയും പ്രകടനങ്ങൾ വെറും വേസ്റ്റായി മാറുന്നൊരവസ്ഥയും ഞാൻ കണ്ടിരുന്നു. എക്സ്പെഷ്യലി എടുത്ത് പറയാച്ചെങ്കിൽ സുരാജ് വെഞ്ഞാറമ്മൂട് എന്ന് പറയുന്ന നടനെ ഒരു മണ്ടൻ പോലീസായിട്ട് ചിത്രിക്കുന്ന അവസ്ഥയാണ് എനിക്ക് തോന്നിയില്ല. ഒരു ബൂം തോന്നിയിരുന്നില്ല. ഇപ്പോൾ അവസാനമായിട്ട് ഇറങ്ങിയിട്ടുള്ള വിക്രം സുരാജ് വെഞ്ഞാറമ്മൂടും ചിത്രത്തിലെ പോലെ തന്നെ അത്രയും ഒരു പവർഫുള്ളായിട്ടുള്ളൊരു ക്യാരക്ടർ ആയിരുന്നില്ല. ഒരു പോലീസ് ഓഫീസറുടെ റോളാണെങ്കിൽ പോലും ഒട്ടും തന്നെ വർക്കാവാത്ത പോലെ അനുഭവപ്പെട്ടു. അതുപോലെ ധനുഷിൻ്റെ റോള് പറയാൻ സ്ഥിരമായിട്ട് കണ്ടിട്ടുള്ള ഒരു ദരിദ്രം പിടിച്ചിട്ടുള്ള റോള്, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അതിൻ്റെ ഇടയ്ക്ക് കുറേ മാസം കാരണം കുത്തിക്കയറ്റാൻ ശ്രമിക്കുമെങ്കിൽ പോലും കാണുന്ന പ്രേക്ഷകരിലേക്ക് യാതൊരു ഗുണമേന്മയും പടം സമ്മാനിക്കുന്നില്ല. അതൊരു നെഗറ്റീവായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. പിന്നെ മമിത ബൈജുൻ്റെ റോളൊക്കെ സ്റ്റാർട്ടിങ്ങിൽ അവർ ഇൻട്രോസ്റ്റിംഗ് കാണിക്കുന്നതിന് ധനുഷിനെ കെട്ടിപ്പിടിച്ച് കഴിയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഇൻട്രോ കാണിച്ചിട്ടുള്ളത്. അത് അത്യാവശ്യം കൊള്ളാൻ പറ്റും. അപ്പോൾ എനിക്ക് തോന്നി കണ്ടപ്പോൾ ഗംഭീരമായിട്ടുള്ള പ്രകടനങ്ങൾ ആസ്പദമാക്കിയിട്ടുള്ള റോൾ തന്നെ മുന്നോട്ട് പോയി. പക്ഷേ പിന്നീട് ഫസ്റ്റ് ഹാഫിൽ 1, 2, 3 സീൻസും പിന്നെ സെക്കൻഡ് ഹാഫിലുള്ളൂ. സെക്കൻഡ് ഹാഫിൽ സീനൊക്കെ അപാരമായിട്ട് വെറുപ്പിച്ച് കൈ തന്നിട്ടുണ്ട് പുള്ളിക്കാരി. അത്യാവശ്യം വളരെ ബോറായി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഒട്ടും തന്നെ ഇമോഷണലി വർക്കാവുന്നില്ല ആ കഥാപാത്രം. അവർക്ക് അടിച്ചുള്ള റോളാക്കി പറ്റുള്ളത് ഒരു കുടുംബിനിയായിട്ടുള്ള ഒരു ദരിദ്രം പിടിച്ചുള്ള ഒരു ഭാര്യയുടെ റോളാണ് അവർ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഒട്ടും തന്നെ കാണുന്ന കൺവിൻസിങ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഒരു ഗംഭീരമായിട്ടുള്ള നെഗറ്റീവ് പോലെ എനിക്ക് തോന്നുന്നു. പിന്നെ ശ്രീജ രവിയെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഭരതനാട്യം ഇപ്പോൾ മോഹിനിയാട്ടം തുടങ്ങിയ ചിത്രത്തിൽ നമ്മുടെ സായ്കുമാറിൻ്റെ രണ്ടാമത്തെ വൈഫായി ചെയ്യുന്ന കഥാപാത്രമാണ്. ഒരുപാട് ഡബ്ബിങ് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഡബ്ബിങ് ആർട്ടിസ്റ്റും കൂടിയാണ് ആ വ്യക്തി. അപ്പോൾ ഇതിൽ ധനുഷിൻ്റെ അമ്മയായിട്ടാണ് റോൾ ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം കൊള്ളാവുന്ന രീതിയിൽ പ്രകടനം ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്താ പറയുക കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒട്ടും തന്നെ കഥാപാത്രങ്ങൾക്ക് കൺവിൻസിങ് ആകുന്നില്ല. ഇമോഷണലി
ടച്ച് ആവുന്നില്ല. പല പല ഭാഗങ്ങളുടെ പോലെ ഒരു അമ്മ മകൻ തമ്മിലുള്ളൊരു ഒരു ഒരു പാസം അല്ലെങ്കിൽ തമ്മിലൊരു കമ്പയറിങ് സീൻസൊക്കെ പടത്തിൽ വരുന്നല്ലോ. പക്ഷെ അങ്ങനെ ഒരുപാട് സീൻസൊക്കെ വരുന്നെങ്കിൽ പോലും മുട്ടും തന്നെ കാണുന്ന പ്രേക്ഷകരിലേക്ക് അത് കണക്റ്റ് ആവുന്നില്ല. അത് കഥാപാത്രത്തിൻ്റെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. സുരാജിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് മണ്ടൻ പോലീസായിട്ടുള്ള റോളാണെന്ന്. ഇപ്പോൾ തന്നെ ജയറാമുണ്ട്. ജയറാം ഒരു റീജിയണൽ മാനേജറായിട്ടാണ് ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായിട്ട് പടത്തിൽ വന്നിട്ടുള്ളത്. അത്യാവശ്യം ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു വില്ലൻ കഥാപാത്രമായിട്ട് തീർച്ചയായിട്ടും എന്താണ് ആ കഥാപാത്രം അറിയിക്കേണ്ടത് അത് തന്നെ പടത്തിൽ ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് എനിക്കൊന്നും തോന്നിയിരുന്നില്ല. കാരണം സ്ഥിരമായിട്ട് ജയറാമും തമിഴിലും തെലുങ്കിലൊക്കെ ഒരു കോമാളി വേഷം ചെയ്യുന്നത് നമ്മൾ കാണാറുള്ള കാര്യം തന്നെ. അതേപോലെ തന്നെ കോമാളിയായിട്ട് തന്നെ പടത്തിൽ വന്നിട്ടുള്ള ഒരുപാട് മാസ് സീൻസും വലിയൊരു വില്ലൻ്റെ അതെല്ലാം അപ്രീസൻസും കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിൽ പോലും പടത്തിൽ യാതൊരു ഇമ്പാക്റ്റും അതിനെ കൊണ്ടുവരാൻ സാധിച്ചിരുന്നില്ല. അപ്പോൾ ധനുഷിനെ കൂടെ നടക്കുന്ന 2 സഹായികളുണ്ട്. അതിലൊരു ചെറുപ്പക്കാരുണ്ട്, അത്യാവശ്യം കൊള്ളാമ, എസ്പെഷ്യലി അത്യാവശ്യം കൊള്ളാമൊരു സീൻ തന്നെയാണ്. പിന്നെ അബൂ സലീം, മലയാളത്തിൻ്റെ സ്വന്തം അബൂ സലീം പ്രധാനമായിട്ടും റോൾ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് യാതൊരു കഥാപാത്രം കൊണ്ട് യാതൊരു ഗുണമേന്മയും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒഫീഷ്യലായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള ഈ തമിഴ് സിനിമകളെ പോലെ തന്നെ നായകൻ സാഹചര്യമൊക്കെ ഗംഭീരമായി തന്നെ വർക്കൗട്ട് എടുക്കും. കാരണം സ്ഥിരമായിട്ട് എന്താ പറയുക, ദാരിദ്ര്യം ബാധിച്ചുള്ളൊരു നായകൻ. അപ്പോൾ എങ്ങനെയാണ് തൻ്റെ ഒരു ആധാരം തിരിച്ചെടുക്കേണ്ട പേരിൽ അദ്ദേഹം കള്ളനാകുന്നു. പിന്നീട് മോഷണ ശ്രമങ്ങൾ തുടരുന്നു. അതുമായി അന്വേഷിച്ച് പോലീസ് വരുന്നു. ഒക്കെ തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. പ്രധാനമായിട്ടും എന്താ പറയുക, നന്മ വാരി ഉതിർന്ന ഒരു നായകൻ തന്നെയാണ് വരുന്നിട്ടുള്ളത്. തൻ്റെ ആധാരം തിരിച്ചെടുക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകുന്ന ഒരു കഥാപാത്രമായിട്ട് ധനുഷ് വന്നിട്ടുള്ളത്. പ്രകടനത്തിന് എസ്പെഷ്യലി നോക്കുമ്പോൾ എനിക്ക് എടുത്ത് പറയേണ്ട ഒരാളുടെ പ്രകടനം പോലും യാതൊരു ഇമ്പാക്റ്റും പടത്തിൽ ഉണ്ടാക്കുന്നതിൽ എനിക്ക് നെഗറ്റീവ് ഷെയ്ഡായിട്ടാണ് എല്ലാവരും കഥാപാത്രമായിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം ഒട്ടും തന്നെ ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ ആ കഥാപാത്രം അത്രത്തോളം കാണുന്ന പ്രേക്ഷകരിലേക്ക് ടച്ച് ആവണം എന്നുള്ളൊരു തോന്നലുണ്ടാവണം. പക്ഷെ ഇതൊരു എന്താ പറയുക, കഥാപാത്രം ഒട്ടും തന്നെ കൺവിൻസ് ആവാത്ത പോലെ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു നെഗറ്റീവ് പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അതുമാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, പാട്ടുകളാണെങ്കിലും ജി പ്രകാശ് കുമാർ അത്യാവശ്യം നല്ല സപ്പോർട്ടിംഗ് ആയിട്ട് പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. അത് ഇമോഷണൽ ആണെങ്കിലും അല്ലെങ്കിൽ എന്താ പറയുക, കഥാപാത്രത്തിന് വേണ്ട സമയത്ത് വേണ്ടതായിട്ടുള്ളൊരു ബാഡ് സ്കോറൊക്കെ ആണെങ്കിലും പ്ലസ് മ്യൂസിക് ആണെങ്കിൽ പോലും അദ്ദേഹം ഗംഭീരമായി തന്നെ വർക്കൗട്ട് ചെയ്ത് അത്യാവശ്യം ആ പാട്ടുകൾ കൊള്ളാം. അതുകൊണ്ട് തന്നെ ഉറക്കം തൂങ്ങാതെ പല പല ഭാഗത്തും നമുക്ക് ഒരു രക്ഷപ്പെട്ട ഒരവസ്ഥയായിട്ടാണ് എനിക്ക് തോന്നിയില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു കഥ മുന്നോട്ട് പോകുമ്പോൾ തരത്തിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ തോന്നുന്നില്ല. കാരണം നമ്മൾ ഒരുപാടായി കണ്ടിട്ടുള്ള ഒരു കഥാപാത്രം നായകൻ്റേതായിട്ടുള്ള ഒരു ഇമോഷണൽ വ്യവസായമൊക്കെയാണ് പ്രത്യേകിച്ച്. കാരണം എനിക്ക് തോന്നുന്നു സമീപകാലത്തായിട്ട് മൊത്തമായിട്ട് ഏകദേശം ഒരു 95% ചിത്രങ്ങളിലും ഈ പ്രധാനമായിട്ടും വ്യവസായം കാര്യങ്ങളൊക്കെയാണ് പടത്തിൽ മുന്നോട്ട് പോകുന്നത്. പ്ലസ് ഈ ദാരിദ്ര്യം മതം, അതായത് അവിടുത്തെ ജനങ്ങൾക്ക് ഇലക്ഷൻ വരുന്നു, അതുപോലെ തന്നെ യാതൊരു തൻ്റെ സ്വത്തുകളൊക്കെ അവിടുത്തെ പ്രധാനമായിട്ട് വലിയ തട്ടിയെടുക്കുന്നു, കൃഷി ചെയ്യാൻ പറ്റുന്നില്ല, ഒരുപാട് പേർ ആത്മഹത്യ ചെയ്യുന്നു. അതേപോലെ തന്നെയാണ് കഥ മുന്നോട്ട് പോയിട്ടുള്ളത്. പ്രത്യേകിച്ച് യാതൊരു ഗുണമല്ല, ഞാൻ പറഞ്ഞല്ലോ, പടത്തിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ല. അതായത് നായകനും നായികയും അതുപോലെ തന്നെ ബാക്കിയുള്ള താരങ്ങളെ പോലെ എസ്പെഷ്യലി ഇമോഷണലി കണ്ടു ചെയ്യുന്ന പല പല രംഗങ്ങളും പടത്തിലുണ്ടെങ്കിൽ പോലും യാതൊരു തരത്തിലുള്ള ഒരു ഗുണമേന്മയും ഈ ചിത്രം നമുക്ക് സമ്മാനിക്കുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കര എന്ന് പറഞ്ഞ ചിത്രം നമുക്ക് അത്യാവശ്യം കര കയറുമോ എന്നുള്ളത് തോന്നില്ലായിരുന്നു. ഞാൻ കണ്ടു കയറി, പക്ഷേ കര കയറില്ല, യാതൊരു സംശയമില്ല. പടം ഡൗണായി പോകുന്ന പല പല ഭാഗങ്ങളും പടത്തിൽ വരുന്നുണ്ട്. അത് സപ്പോർട്ട് ചെയ്ത് നിർത്താൻ നമ്മുടെ നായകനും പോലും സാധിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ വളരെ വിഷമകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഏകദേശം 2.5 മണിക്കൂറിൽ ഏകദേശം 1.5 മണിക്കൂർ നമ്മുടെ നായകനെ തന്നെ ഫോക്കസ് ചെയ്ത് കാണിക്കുന്നുണ്ട്. പക്ഷേ 1.5 മണിക്കൂർ പോലും നമ്മുടെ ഒരു കാണുന്ന പ്രേക്ഷകരിലേക്ക് ഒരു 10 മിനിറ്റ് പോലും സംതൃപ്തി നൽകാൻ പോലും കരയെക്കൊണ്ട് സാധിക്കുന്നില്ല. തന്നെ വളരെ വിഷമകരമായ കാര്യം തന്നെയാണ്. ഓവറോൾ നോക്കുമ്പോൾ എനിക്ക് പടം ഒരു എന്താ പറയുക, ഏവറേജിന് താഴെയായിട്ടാണ് എനിക്കിത് അനുഭവപ്പെട്ടുള്ളത്. എൻ്റെ മാത്രം അഭിപ്രായമാണ്. പക്ഷേ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. ഒക്കെ ഓരോരുത്തരുടെ ഒരു താല്പര്യകരമായ കാര്യം തന്നെയാണ്. അപ്പോൾ കരയെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഒരു ബിലോ ഏവറേജ് അഭിപ്രായമാണ് എനിക്ക് തോന്നുന്നുള്ളൂ. അപ്പോൾ ചിത്രത്തെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ പോലെ തന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്താ ചെയ്യാറ്, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പരിഗണിക്കുക. വീണ്ടും മറ്റൊരു റിവ്യൂമായി വരുന്നതായിരിക്കും. ബൈ.